ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ സെപ്റ്റംബർ 2-ന് കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. 20,000 കോടി രൂപ ചെലവ് വരുന്ന ഈ കപ്പലിന് 262 മീറ്റർ നീളവും 62.4 മീറ്റർ വീതിയുമുള്ള ഫ്ലൈറ്റ് ഡെക്കുണ്ട്. 100-ലധികം MSCകളും ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളും നൽകിയ തദ്ദേശീയ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഉപയോഗിച്ചാണ് INS വിക്രാന്ത് നിർമ്മിച്ചത്. MiG-29 യുദ്ധവിമാനത്തിൻ്റെ നാവിക പതിപ്പായ റഷ്യൻ നിർമ്മിത ബ്ലാക്ക് പാന്തേഴ്സ് ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലായ INS വിക്രാന്തിൻ്റെ പ്രാഥമിക പോരാളികളാകും. പതിറ്റാണ്ടുകളായി ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും സേവനത്തിലുണ്ട്. ഈ വിമാനവാഹിനി കപ്പലിന് 35 വിമാനങ്ങളെ വരെ ഉൾക്കൊള്ളാൻ കഴിയും. MiG-29K എന്ന് വിളിക്കുന്ന നാവിക MiG-29 ജെറ്റ് INS വിക്രാന്തിൽ നിന്നും വ്യോമവിരുദ്ധ, ഉപരിതല വിരുദ്ധ, കരയാക്രമണ റോളുകളിൽ പ്രവർത്തിക്കും. MiG-29K എന്നത് ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു ഓൾ വെതർ ഫൈറ്ററാണ്. വായു, കടൽ, കര എന്നിവിടങ്ങളിലെ ലക്ഷ്യങ്ങളിൽ മികച്ച രീതിയിൽ ഏർപ്പെടാൻ ഈ വിമാനത്തിന് കഴിയും. എയർ ടു എയർ ഇന്ധനം നിറയ്ക്കാനുള്ള കഴിവ് കാരണം നിർണായക ദൗത്യങ്ങൾ പൂർത്തിയാക്കാനായി MiG-29Kയ്ക്ക് ദീർഘദൂരം പറക്കാൻ കഴിയും. MiG-29K സ്ക്വാഡ്രോണിന് INAS 303 എന്ന് പേര് നൽകിയെങ്കിലും ബ്ലാക്ക് പാന്തേഴ്സ് എന്നാണ് ഇവയെ പൊതുവെ അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാവികസേനയിൽ പറക്കുന്ന പോരാളികളുടെ ഒരു പുതിയ യുഗത്തെ ഈ സ്ക്വാഡ്രോൺ ഉൾക്കൊള്ളിച്ചതിനാൽ ഇവയ്ക്ക് ഗെയിം ചേഞ്ചർ എന്ന പേരും ലഭിച്ചിരുന്നു. വായു മേധാവിത്വവും പവർ പ്രൊജക്ഷൻ ജോലികളും ഒരേ സമയം നിർവഹിക്കാൻ MiG-29Kയ്ക്ക് മതിയായ ശക്തിയുള്ളതിനാൽ കടലിലെ ഫ്ലീറ്റ് കമാൻഡറിന് കാര്യമായ ഫ്ലെക്സിബിലിറ്റി നൽകുന്നു. കമോവ് 31 ഹെലികോപ്റ്ററുകൾ, അമേരിക്കയിൽ നിന്നുള്ള MH-60R മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ, ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നിവയും യുദ്ധക്കപ്പലിൻ്റെ എയർവിങ്ങിൽ ഉൾപ്പെടും. MiG-29K വിമാനത്തിൻ്റെ 4.5 തലമുറയിൽപ്പെട്ടതാണെങ്കിലും എയർ ടു എയർ ദൗത്യങ്ങൾക്കായി ഒപ്റ്റിമൈസ് ചെയ്ത ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29B വേരിയൻറ്റുകളിൽ നിന്നും ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 2020-ൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം 21 MiG-29 വിമാനങ്ങൾ വാങ്ങുന്നതിനും 59 MiG-29 വിമാനങ്ങളുടെ നവീകരണത്തിനും 7,418 കോടി രൂപയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. എയർ ടു എയർ, എയർ ടു സർഫസ് ഓപ്പറേഷനുകൾക്കിടയിൽ സ്വിച്ച് ചെയ്യാൻ കഴിയുന്ന ഇരട്ട റോൾ ഫൈറ്ററാണിത്. അതിനാൽ ഈ വിമാനത്തിൻ്റെ ശേഷി നവീകരിക്കുന്നതിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യൻ നാവികസേന തങ്ങളുടെ MiG-29K യുദ്ധവിമാനത്തിനായി ഒരു പുതിയ മിഷൻ കമ്പ്യൂട്ടറും പരീക്ഷിക്കുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് ഈ മിഷൻ കമ്പ്യൂട്ടർ നിർമ്മിച്ചത്. ഇന്ത്യൻ നാവികസേനയ്ക്ക് പാശ്ചാത്യമായും തദ്ദേശീയമായും നിർമ്മിച്ചതായ വ്യോമ വിക്ഷേപണായുധങ്ങൾ MiG-29Kയുമായി സംയോജിപ്പിക്കുന്നതിനുള്ള ഓപ്ഷൻ നൽകുന്നതിനാണ് ഈ പുതിയ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. INS വിക്രാന്ത് യുദ്ധസജ്ജമാകാൻ ഇനിയും 5-6 മാസമെടുത്തേക്കാമെന്ന് കരുതപ്പെടുന്നു. വിക്രാന്തിലെ ഫ്ലൈയിങ് ടെസ്റ്റുകൾ നവംബറിൽ ആരംഭിച്ച് 2023 മെയ് മാസത്തിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. കപ്പലിന് 28 നോട്ട്സിൻ്റെ ഉയർന്ന വേഗതയും 7,500 നോട്ടിക്കൽ മൈൽ പരിധി നൽകുന്ന 4 ജനറൽ ഇലക്ട്രിക് LM2500 എഞ്ചിനുകളാണ് INS വിക്രാന്തിന് കരുത്ത് പകരുന്നത്. INS വിക്രാന്ത് കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയെ ഒരേ സമയം 2 വിമാനവാഹിനി കപ്പലുകൾ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്നു. ഇന്ത്യയുടെ ഈ പുതിയ വിമാനവാഹിനി കപ്പലിൽ MiG-29K ഫൈറ്റർ ജെറ്റുകൾ പ്രവർത്തിപ്പിക്കുമെങ്കിലും ഇന്ത്യൻ നാവികസേന ഇതിനോടകം തന്നെ INS വിക്രാന്തിനായി മൾട്ടി റോൾ നേവൽ ഫൈറ്ററുകൾക്കായി അന്വേഷണം തുടരുകയാണ്. നിലവിൽ INS വിക്രമാദിത്യയിൽ നിന്നും പ്രവർത്തിക്കുന്ന MiG-29K വിമാനങ്ങൾക്ക് പകരമായി ഇരട്ട എഞ്ചിൻ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് താൽപ്പര്യമുണ്ട്. ബോയിങ്ങിൻ്റെ F-18 സൂപ്പർ ഹോർണറ്റും ഫ്രഞ്ച് മൾട്ടി റോൾ ഫൈറ്ററിൻ്റെ നേവൽ ഡെറിവേറ്റീവായ ദസോ റഫാലെമ്മും ഇന്ത്യൻ നാവികസേനയ്ക്ക് യുദ്ധവിമാനങ്ങൾ നൽകാൻ മത്സരിക്കുന്നു. 40,000 ടൺ ഭാരമുള്ള INS വിക്രാന്തിനൊപ്പം ഏത് വിമാനമാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പരിശോധിക്കുന്നതിനായി 2 യുദ്ധവിമാനങ്ങളും INS ഹൻസയിലെ തീരത്തെ കേന്ദ്രീകരിച്ചുള്ള നാവികസേനയുടെ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. MiG-29Kയ്ക്ക് പകരം വയ്ക്കുന്ന യുദ്ധവിമാനം ഏതാണെന്ന് ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ടിട്ടില്ല എങ്കിലും റഫാൽ എമ്മിനാണ് സാധ്യത എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു.